പല രീതിയിലുള്ള ടി വി നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ കടകളിലേക്ക് പോകുമ്പോൾ കേൾക്കുന്ന ഒരു പേരാണ് OLED എന്നുള്ളത്, അല്ലേ? ഈ സാധാരണ UHDയും OLEDും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരാളൊരു OLED വാങ്ങണം? അതിൻ്റെ കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അതിന് ഏറ്റവും ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പമാണ്. നിങ്ങൊന്ന് വന്നാൽ കാണാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ഒരു OLED ഉണ്ട്, LGയുടെ ഒരു ബ്യൂട്ടിഫുൾ OLED ഉണ്ട്. ഇതിൻ്റെ വലുപ്പം കണ്ടോ? നമ്മുടെ കൈവിരലിനേക്കാളും തിക്നെസ് കുറവാണ് ഇതിന്. ഇതിൻ്റെ അതേ UHDയിലേക്ക് വരുന്ന സമയത്ത്, 4Kയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അതിന് ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കേസ് കണ്ടോ? ഇതെന്തുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഈ ബാക്കിൽ നിന്നുള്ള ലൈറ്റിലാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഇമേജസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ബാക്ക് ലൈറ്റാണ്. പക്ഷേ ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ബാക്ക് ലൈറ്റ് അല്ല, ഇതെല്ലാം സെൽഫ് ലിറ്റ് പിക്സൽസ് ആണ്. അതായത് ബാക്ക് ലൈറ്റ് ഇമേജിങ് അല്ലാതെ തന്നെ ഇതിലുള്ള ഓരോ പിക്സൽസിനും സ്വയം പ്രകാശിക്കാനും സ്വയം ഓഫ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% കളർ ഫിഡിലിറ്റി ആയിരിക്കും ഇതിന് കിട്ടുക. 100% കളർ വോളിയം. അതായത് ഒരു ഡയറക്ടർ മൂവി എടുക്കുന്ന സമയത്ത് ഏത് രീതിയിലുള്ള പിക്ചർ വേണമെന്ന് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതേ കളർ ക്വാളിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ശേഷി ഇതിലുണ്ട്. ഏറ്റവും ടോപ്പ് ബ്ലാക്ക് ഏറ്റവും ഡീപ്പായിട്ട് കാണിക്കാനും ഏറ്റവും വൈറ്റ് ഏറ്റവും നല്ല രീതിയിലുള്ള വൈറ്റായിട്ട് കാണിക്കാനും ഇതിന് പോസിബിലിറ്റി ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു സാധനം ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. പകരം വളരെ സ്ലിം ആയിട്ടുള്ള യൂണീക്കായുള്ള ഒരു ഡിസൈൻ ഇരിക്കുന്ന രീതിയിലായിരിക്കും ഇതുണ്ടാവുക. ഓൾറൈറ്റ്. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് OLED ഇനി വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരു 6 ഫീച്ചേഴ്സും കൂടി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ സംസാരിച്ചില്ലേ ഡ്രൈവ് ലീക്കേജിൻ്റെ കേസ്. നമുക്കത് ലൈവായിട്ട് എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ UHD എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഈ ഒരു ഫിംഗർ നെയിൽ ഉണ്ടോ, നമ്മളിത് മൂവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതിൽ ലൈറ്റ് നമുക്ക് ലീക്ക് വരുന്നത് ശരിക്കും അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ സെയിം ടൈം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഭാഗത്തും നിൽക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ലൈറ്റ് ലീക്കേജ് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബാക്ക് ലൈറ്റിലാണ് പ്രൊജക്ഷൻ വരുന്നതെങ്കിൽ ഇത് ഓൺ സ്ക്രീനിൽ തന്നെയാണ്. അതായത് ഇതിൽ ബ്ലാക്ക് കാണിക്കുന്ന ഏരിയയിലെല്ലാം പിക്സൽസ് പൂർണ്ണമായിട്ടും ഓഫ് തന്നെ ആയിരിക്കും. ഏറ്റവും ഡെപ്തിലുള്ള ബ്ലാക്ക് പ്രിസിഷനോട് കൂടി നമുക്കിതിൽ കാണാൻ പറ്റും. ഓൾറൈറ്റ്. അതാണ് ഒരു ടെസ്റ്റ്. ലൈറ്റ് ലീക്കേജിൻ്റെ രണ്ടാമതൊരു ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം എൻ്റെ ക്യാമറ മൊബൈൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റാർ 4K എന്നുള്ളൊരു വീഡിയോ ഇതിലും നമ്മുടെ UHDയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ UHDയിൽ നോക്കുന്ന സമയത്ത് ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് ലൈറ്റ് കണ്ടോ, ബ്ലാക്ക് ഏരിയയിലാണ് ഞാൻ വെച്ചേക്കണമെങ്കിൽ പോലും ഒരു ബാക്ക് ലൈറ്റ് വൈറ്റ് ലൈറ്റ് നമുക്കിതിൽ കംപ്ലീറ്റ്ലി വരുന്നത് കാണാൻ പറ്റും. റൈറ്റ്. സിമിലർലി ഇതേ സംഭവം തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ OLEDിൽ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റും പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ ഉള്ളത്. സെയിം കണ്ടൻറ്റ് സെയിം വീഡിയോ, പക്ഷെ ഇതിൽ പ്യുവർ ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ലൈറ്റ് ലീക്കേജ് ആക്ച്വലി ക്യാമറയിലൂടെ നമുക്കതിൽ വിസിബിളായിട്ട് കാണാൻ പറ്റും. അതാണ് എൻ്റെ തേർഡ് ടെസ്റ്റ്. ഇനി വേറെ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ സ്ലോ മോഷനിൽ നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരുപാട് ലൈറ്റ്സ് കണ്ടിന്യൂസ്ലി വരുന്നുണ്ട് സ്റ്റാർസിൻ്റെ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഫ്ലിക്കറിങ് ഉണ്ടാവില്ല, 0 ഫ്ലിക്കറിങ് ആയിരിക്കും ഉണ്ടാവുക. സെയിം ടൈം ഞാൻ അതേ വീഡിയോ ഇതിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഫ്ലിക്കറിങ് ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും 100% ഫ്ലിക്കറിങ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ അടിയിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ടെസ്റ്റ് കൂടിയുണ്ട്. ഫോർത്ത് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഞാൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു പോയിൻ്റ് പോലെയുള്ളൂ. ആക്ച്വലി ഇതിന് റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് ഇതിൽ വരുന്നില്ല, ലൈറ്റ് റിഫ്ലക്ഷൻ വരുന്നില്ല. സെയിം ടൈം ഞാനതൊരു UHDയിലേക്കാണ്, നോർമൽ ഒരു TV യിലാണ് അത് അടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്രിസ്മസിന് മിന്നു നിൽക്കുന്ന പോലെ എൻ്റയർ ഏരിയ നല്ല രീതിയിലുള്ള പ്രകാശം കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആക്ച്വലി എപ്പോഴാണ് യൂസ്ഫുൾ ആവുക, അതായത് ഈ ഒരു പ്രോബ്ലം നമുക്ക് എപ്പോഴാണ് ഒരു അരോചകമായി തോന്നുക, സ്പെഷ്യലി നമ്മുടെ റൂമിനുള്ളിൽ ചിലപ്പോൾ ബാക്കിലൊക്കെ ലൈറ്റ്സ് ഉണ്ടാവും. ആ ലൈറ്റ്സ് ഉള്ള സമയത്ത് ഇതിലേക്ക് റിഫ്ലക്ഷൻ വരുമ്പോൾ ഇത് വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല സാധാരണ TV ആണെങ്കിൽ. പക്ഷേ OLEDിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കണ്ട പോലെ എത്ര വെളിച്ചം ബാക്കിൽ നിന്നുണ്ടെങ്കിലും ഇതിൽ നല്ല രീതിയിൽ നമുക്ക് വിഷ്വൽസ് ആസ്വദിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു നല്ലൊരു പടം കാണുമെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, OLEDിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഏത് ആംഗിളിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് കാണാൻ പറ്റും. സെയിം കണ്ടൻറ്റ് ഞാനിവിടെ UHDയിൽ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷേ നമുക്ക് ആംഗിളിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു കാരണവശാലും കാണാൻ പറ്റില്ല. അപ്പോൾ ചിലർ ചോദിക്കും, ഞാൻ എൻ്റെ റൈറ്റിലും ലെഫ്റ്റ് സൈഡിലും പോയിരുന്നാണോ പടം കാണാൻ പോകുന്നത്? അങ്ങനെയല്ല. ചില സമയത്ത് നമ്മളൊരു ബിഞ്ച് വാച്ച് ചെയ്യുന്ന സമയത്ത് കൗച്ചിൽ കിടക്കും, ചിലപ്പോൾ നമ്മുടെ ബീൻ ബാഗിൽ ഇരുന്നിട്ടായിരിക്കും കാണാം, ചിലപ്പോൾ ആ സൈഡിൽ ഇരുന്നിട്ടായിരിക്കും കാണാം. ഏത് സൈഡിൽ ഇരുന്നിട്ടാണെങ്കിലും
എത്ര ആംഗിളിൽ ഇരുന്നിട്ടാണെങ്കിലും നമുക്കിതിൻ്റെ പെർഫെക്റ്റ് വ്യൂവിങ് കിട്ടും എന്നുള്ളതാണ് പ്രധാനം. ഒരാളല്ല, ഒരു 5 പേര് ഇരിക്കുകയാണെങ്കിൽ 5 പേർക്കും സെയിം ക്വാളിറ്റി ഉള്ള വ്യൂവിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണുന്ന പോലെ തന്നെ ഇതിലൊരിക്കലും നമുക്കത് കിട്ടില്ല. സോ OLED is better for better viewing angle. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കണ്ടൻറ്റ് കണ്ട് എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി നമ്മൾ ഇത്ര നല്ല കണ്ടൻറ്റ് കിട്ടുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ പ്രൈം ആണെങ്കിലും ശരി, അപ്പോൾ ഒരുപാട് നേരം ചിലപ്പോൾ കണ്ട് നിന്ന് വരും. ഈ കണ്ട് നിൽക്കുന്ന സമയത്തുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് എമിഷനാണ്. ഈ സാധാരണ UHD-യിലെല്ലാം പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബ്ലൂ ലൈറ്റ് എമിഷൻ ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിളിനെ എല്ലാം ബാധിക്കുന്ന രീതിയിലുള്ള എമിഷൻ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ OLED-ൽ ജന്മന ഈ ബ്ലൂ ലൈറ്റ് എമിഷൻ കുറവാണ്. മിക്ക ബ്രാൻഡുകൾ ഈ ഐ കെയർ മോഡ് ഓണാക്കി ഇടുക എന്നുള്ള പറയും. നമ്മുടെ പ്രൊഡക്റ്റിലും ആക്ച്വലി അതുണ്ട്. പക്ഷെ അതിനപ്പുറം OLED എന്ന് പറഞ്ഞ ടെക്നോളജിക്ക് ആക്ച്വലി ബ്ലൂ ലൈറ്റ് എമിഷൻ കുറവാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് വി ഹാവ് എ സർട്ടിഫിക്കേഷൻ. TV റൈലാൻഡിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത് പോലെ തന്നെ നമുക്ക് ഗെയിം ഫ്ലിക്കറിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, അത് ആൻറ്റി ഫ്ലിക്കറിങ്ങിന് വേണ്ടിയിട്ടുള്ളതും, അതുകൂടാതെ ഐ കെയർ മോഡിനും നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ഇതിന് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എത്ര നീളമുള്ള സീരീസ് ആണെങ്കിലും കുഴപ്പമില്ല, you can binge watch it and you can enjoy the content. Alright, so that's all about OLED. ഇപ്പോൾ ഞാൻ ഒരു 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ കാണിച്ചു തന്നു, എങ്ങനെയാണ് ഒരു UHD-നേക്കാളും ബെറ്റർ ആയിട്ട് OLED നിൽക്കുന്നതെന്നുള്ളത്. സോ അതിൽ വി ഹാവ് സീൻ ലോട്ട് ഓഫ് ടെസ്റ്റ് ഓൾസോ, റൈറ്റ്? സോ അടുത്ത തവണ നിങ്ങളൊരു TV എടുക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ചെക്ക് ഔട്ട് OLED. OLED എന്ന് പറഞ്ഞാൽ ലക്ഷറി അല്ല, ഇറ്റ്സ് എ നെസസിറ്റി. കാരണം നമ്മൾ അത്രയധികം കണ്ടൻറ്റ്സ് അവൈലബിൾ ആണ് ഇൻ ഓൺലൈൻ, ഓഫ്ലൈൻ, അല്ലേ? ഈവൻ നമ്മുടെ TV ന്യൂസസിൽ വരും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺസ് വെച്ചിട്ടിപ്പോൾ കാണുന്നത്. സോ ആ കണ്ടൻറ്റ് എല്ലാം നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ വി നീഡ് ആൻ OLED. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ TV വാങ്ങിക്കാൻ പോകുമ്പോൾ ആസ്ക് ഫോർ OLED, LG OLED. താങ്ക് യു.